എടാ പൊന്നുമക്കളെ, ആരെങ്കിലും ഈ സമയത്ത് ഉറങ്ങാതിരിക്കുന്നവർ ചെറിയ സഹായം ചെയ്യണം. ഈ ചേച്ചിക്ക്, പാവം ചേച്ചിക്ക് ഒരു ഇച്ചിരി നൂല് ജപിച്ചുകൊണ്ട് കുറഞ്ഞ ചേച്ചി ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ചേച്ചിക്ക് മനുഷ്യരെ കാണുമ്പോൾ മനതാരിൽ ഭയങ്കര ഭയം. എന്താന്ന് ചോദിച്ചു നോക്കട്ടെ. ബുഖാരി തങ്ങൾ എന്ന് പറയുന്ന ഒരു കണ്ടാൽ പേടിയാകുന്ന ഒരു ജന്മം ഇതിനെ കണ്ടാൽ ചോടാ വാവേ, സത്യം, പരമാർത്ഥം, യാഥാർത്ഥ്യം. മാവാച്ചിക്ക് പേടി വരുന്ന ഇവരെ കാണുമ്പോ അത് സംഭവം എന്താണ്? ജന്മം ഇതിനെ കണ്ടാൽ തന്നെ പേടിയാവുന്നില്ലേ? ഇല്ല ചേച്ചി, എനിക്ക് പേടിയൊന്നും വന്നില്ല. ചേച്ചി നന്നായിട്ട് നോക്കിയേ. ചേച്ചി വെള്ളം ഉപയോഗിക്കാറുണ്ടോ? ഞങ്ങൾ പല കാര്യങ്ങൾക്കും വെള്ളം ഉപയോഗിക്കാറുണ്ട്. വീട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ കണ്ണട എടുത്തതിന് ശേഷം മോതി തളിക്കുക, എന്നിട്ട് ആ കണ്ണട വീണ്ടും എടുത്ത് വെക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിഴി തുറന്ന് നോക്കിയേ. തലയിൽ രാജകീയ പ്രൗഢിയുള്ള വെള്ള തലപ്പാവ്, മുഖത്തേക്ക് നോക്കിയാൽ മന്ദസ്മിതം തൂങ്ങിക്കും. നോക്കിയേ, മുഖത്തേക്ക് നോക്കിയേ, എന്നിട്ട് കണ്ട ചിരിക്കുന്നുണ്ട. താടി അലക്ഷ്യമായിട്ട് നീട്ടി വളർത്തുകയോ ജട പിടിപ്പിക്കുകയോ ചെയ്യാതെ വെട്ടി ഒതുക്കി മനുഷ്യനെന്ന് മനുഷ്യർക്ക് തോന്നുന്ന രൂപത്തിൽ. ഇനിയോ, മനുഷ്യന്റെ ഏറ്റവും വലിയ അന്തസ്സും ആത്മാഭിമാനവുമാണ് അവന്റെ വസ്ത്രം എന്നുള്ളത്. മനുഷ്യന്റെ ഏറ്റവും വലിയ അന്തസ്സാണ് അവന്റെ വസ്ത്രം. അത് ഗോപിഭാഗം മാത്രമല്ല, ശരീരം മുഴുവനും മറച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു നൂൽബന്ധമല്ല ധരിച്ചിരിക്കുന്നത്. നല്ല ശുഭ്രവസ്ത്രം, നീളമുള്ള വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. ആര് കണ്ടാലും അവർക്ക് വലിയ സന്തോഷം തോന്നുന്ന രൂപത്തിൽ, അവർക്ക് ആത്മാഭിമാനം തോന്നുന്ന രൂപത്തിൽ ഉള്ള വസ്ത്രം അവർ ധരിച്ചിരിക്കുന്നു. മാത്രമല്ല, എല്ലാ ദിവസവും കുളിക്കുകയും വലിയേക്കും ചെയ്യും. പനി പിടിച്ചാൽ പോലെ എല്ലാ ദിവസവും കുളിക്കുകയും ചെയ്യും, വലിയേക്കും ചെയ്യും. എന്ന് മാത്രമല്ല, ഇവർ വിശ്വസിക്കുന്ന ആശയത്തിൽ ഇവരുടെ വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്, വിശ്വാസത്തിന്റെ പാട്ടും കൂടിയാണ് വൃത്തി, ശുദ്ധി എന്നുള്ളത്. ഒരല്പം ചാണകമോ മൂത്രമോ ഒക്കെ ഇവരുടെ കൈയുടെ ഏതെങ്കിലും ഭാഗത്തന്നെ വസ്ത്രത്തിനുള്ളിൽ ഇരിക്കുകയാണെങ്കിൽ ഇവർ ആരാധനയ്ക്ക് മുമ്പ് അത് നീക്കം ചെയ്തിട്ട് നിസ്കരിക്കാൻ പാടുള്ളൂ. അത്രയും വൃത്തി പ്രയോജിച്ചു കൊടുക്കുന്നവരാ. ഇവരെ കാണുമ്പോൾ പേടി വന്നെന്നാ. എന്നാൽ മറ്റൊരു ഹൈന്ദവ സഹോദരി പറഞ്ഞത് ഇവരെ കാണുമ്പോഴല്ല, വേറൊരു കൂട്ടരെ കാണുമ്പോഴാണ് പേടി വരുന്നത് പറഞ്ഞു. നമുക്ക് ആ ചേച്ചിയുടെ വർത്താനം കേട്ട് നോക്കാം, അതുകൂടെ കേൾക്കണം. യഥാർത്ഥ ബുദ്ധിയുള്ളൊരു സ്ത്രീ പറയുന്നത് കേൾക്ക്. സത്യം പറഞ്ഞാല് നമ്മുടെ ഇന്ത്യയിലാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. ഇതിനൊക്കെ ഇപ്പോഴും അനുവദിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. വിഡ്ഢികളായിട്ടുള്ള ജനങ്ങളാണല്ലോ നമ്മുടെ ഈ ഒരു നാട്ടില്. ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത്? ഇതിലൊക്കെ വിശ്വസിക്കുന്ന ജനങ്ങൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ. കഷ്ടമുണ്ട്. കാണിക്കുന്ന കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും അതിന് കൊട പിടിച്ചു കൊടുക്കാന് കുറെ ആളുകളും. കഷ്ടം. ഒരു യഥാർത്ഥ ഹൈന്ദവ സഹോദരിക്ക് പേടി വന്നത് ആ വള്ളി നിൽക്കണങ്ങാണ് ഒരു അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ നായ കടുവും കറിവേപ്പിലും എല്ലാം കൂടെ പുറത്തിടാം. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴാണ് യഥാർത്ഥ ഹൈന്ദവ. മറ്റുള്ള അവരെയൊക്കെ നോക്കിയേ. ഇനി രണ്ടാമത്, ഇവരെ കൊണ്ടൊക്കെ ലോകത്തിനെന്നല്ല മനുഷ്യർക്ക് എന്ത് ഗുണം. ഇപ്പൊ നിങ്ങൾ പേടി വരുന്നെന്ന് പറഞ്ഞ ഈ മനുഷ്യൻ, ആ മനുഷ്യൻ നിങ്ങളിൽ നിന്ന് പരിചയപ്പെടുത്തരട്ടെ. കണ്ടോളി. പ്രത്യാശയുടെ പര്യായമാണ് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി. മനുഷ്യൻ എന്ന വാക്കിനെ മഹനീയമെന്ന് നിർവചിക്കുന്ന പുഞ്ചിരിയാകുന്നു അദ്ദേഹം. കാവലും കരുതലുമായി ഒരാൾ അരികിലുണ്ടെന്ന ഉറപ്പ്. ഓടിയണഞ്ഞാൽ ഭിന്നശേഷിക്കാരായ ആയിരക്കണക്കിന് മക്കൾക്ക് താങ്ങും തളനുമാണ്. നിങ്ങൾ ഈ പറഞ്ഞ, നിങ്ങൾ പേടിക്കുന്നു പറഞ്ഞില്ലേ, ആ താടിയും തലപ്പാവും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾ പേടിച്ചെന്ന് പറഞ്ഞ മനുഷ്യർ ആയിരക്കണക്കിന് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. സംസാരിക്കാത്ത കുട്ടികൾ, കണ്ണ് കാണാത്ത കുട്ടികൾ, അംഗവൈകല്യമുള്ള കുട്ടികൾ. അങ്ങനെ ഏതൊരാൾക്കും, ഏതൊരു കുടുംബത്തിലും അങ്ങനത്തെ കുട്ടികൾ ജനിച്ചാൽ ഏതൊരു നിമിഷത്തിൽ ഒരല്പം അവരെ ഓർത്ത് ആശങ്കപ്പെടുന്ന മക്കൾക്ക് ആശ്വാസമായി നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്ന വിശ്വാസം. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന തീർപ്പ്. സംസാരിക്കാൻ കഴിയാത്ത കുട്ടിയാണ്. ഇന്നലകളിൽ നിന്ന് ആർജിച്ച ശക്തിയിലൂടെ ഇന്നിലെത്തി നിൽക്കുന്ന ആ വിശാല ലോകം നാളെയുടെ ചിറകിലേറി പറക്കുകയാണ്. ആ മക്കളുടെ ചിരി കണ്ടില്ലേ? അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് തന്നെ അവരുടെ ഹൃദയത്തിൽ ആശ്വാസത്തിന്റെ, സന്തോഷത്തിന്റെ തെളിനീര് ഉറവയെടുക്കുന്ന ഒരു കാഴ്ചയിൽ ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യരെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടി വരുന്നു. ഒരു നൂൽബന്ധം, ഒരു ട്രൗസർ നിൽക്കാമെന്ന് പറയാൻ കഴിയാത്ത ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ പിന്നിൽ ആയിരക്കണക്കിന് മനുഷ്യർ പിന്നാലെ ഓടുമ്പോൾ നിങ്ങൾക്ക് പേടിയില്ല. ഇവരെ കൊണ്ടൊക്കെ മനുഷ്യർക്ക് എന്ത് ഗുണമാണ്? ഈ ഖലീൽ തങ്ങൾ ജാതി മത ഭേദമന്യേ അദ്ദേഹം നടത്തുന്ന സ്കൂളിൽ എത്രായിരം മക്കൾ പഠിക്കുന്നുണ്ട്. ഇവരെയൊക്കെ കാണുമ്പോൾ അത് ചേച്ചിക്ക് പേടി വരേണ്ട കാരണം അതാണ് രസം. എന്തുകൊണ്ട് പേടി വന്നത് അത് നമ്മൾ ചർച്ച ചെയ്തില്ലല്ലേ? അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. എല്ലാം കൂടെ കാണുമ്പോഴേ നമുക്ക് ഭയം വരും. ഒരു മനുഷ്യനായിട്ട് അല്ല ഇതിനെ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? നേരത്തെ നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യണം? ഞാൻ ആലോചിച്ച് നോക്കി, ഞാനൊക്കെ ആ സാധനം ഇട്ടിട്ട് ഇങ്ങനെ റോഡെ കൊണ്ട് നടന്ന് എങ്ങനെ ഉണ്ടാവും? അപ്പൊ ചേച്ചിക്ക് പേടിയുണ്ട്. എന്നെ ഇപ്പൊ എന്റെ ഈ താടിയും എന്റെ തൊപ്പിയൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര പേടിയാണ്, ഭയങ്കര ഭയമാണ്.
അതേ സമയത്ത് നേരത്തെ ആ ഓടിയ മനുഷ്യനിട്ടിരിക്കുന്ന ആ വെള്ള ആ കോണകം ഞാൻ എടുത്ത് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ എങ്ങനെ ഇത് പറഞ്ഞു തീർക്കുക? അപ്പോഴാണ് എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയില്ല, നല്ലൊരു ഭക്തൻ, നല്ലൊരു മനുഷ്യൻ. എന്താ ചെയ്യുക? നിങ്ങൾ സങ്കല്പിച്ചു നോക്കി, ഞാനതൊക്കെ ധരിച്ചുള്ള അവസ്ഥ. എന്റെ ദൈവം പടച്ചോനെ, മരണം വരെ ഇതിനകത്തും പെടുത്തല്ലേ. പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ത് മാറാട് കലാപം വീണ്ടും പറഞ്ഞ് മനുഷ്യ മനസ്സ് വേദനിപ്പിക്കരുതെന്ന്. മാറാട് കലാപം വീണ്ടും പറഞ്ഞ് മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കരുതെന്ന് തങ്ങൾ പറഞ്ഞതാണ് ചേച്ചീനെ ഭയപ്പെടുത്തിയ കാര്യം. 2000 പേര് കൊല്ലപ്പെട്ട ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ പറയാറുള്ളത്? നമ്മളെന്നല്ല, ഇവരെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞത്. അതേസമയത്ത് മാറാട് കലാപത്തിന്റെ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതൊന്നും ചർച്ച ചെയ്യണ്ട. ഇപ്പം മനുഷ്യർ നടന്നു പോകുന്ന ഈ സ്വസ്ഥതയുടെ സമാധാനത്തിന്റെയും പാദത്തിൽ തന്നെ മുന്നോട്ട് പോകും. ഇനി അതൊന്നും പറഞ്ഞ് പഴയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വ്രണപ്പെടണ്ട എന്ന് പറയുമ്പോൾ ആ പറയുന്നവന്റെ താടിയും തൊപ്പിയൊക്കെ കാണുമ്പോൾ പേടി വരികയാണ്. അതേസമയത്ത് ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വീണ്ടും അത് കഴിഞ്ഞു പോയാണ്, വീണ്ടും നമ്മൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ചേച്ചി ആളെ കൊള്ളാമല്ലേ ചേച്ചി? ടെക്നോളജി ഉണ്ടോ ചേച്ചിയുടെ കയ്യിൽ? ടെക്നോളജി ഉണ്ടെങ്കിൽ അല്പം ടെക്നോളജി തരണേ. ടെക്നോളജി ഉണ്ട് നിങ്ങളെ കയ്യിൽ? ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കാം. അടുത്ത ടെക്നോളജി ഉണ്ടാ